എംപുരാനേ എംപുരാനേ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക്. കുളവറ മക്കാത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ചർച്ച മൊത്തം എംപുരാനാണ്. അതിൻ്റെ പ്രൊമോഷൻ കഴിഞ്ഞു, റിലീസ് കഴിഞ്ഞു. ഇപ്പം മൊത്തം രാഷ്ട്രീയവും മതവും കലാപവും എല്ലാം കൂട്ടിച്ചേർത്തുള്ളൊരു സമ്മിശ്ര പ്രതികരണവും അട്ടിപ്പിട്ടിയും കലഹങ്ങളാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ അതേ കാണാനുള്ളൂ, വേറൊന്നും കാണാനില്ല. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഇതേപോലെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴും കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് ഇത് തിരിച്ചായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് തിരിച്ചായിരുന്നു മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ആർക്കും എന്തും ചെയ്യാം. സിനിമയാണ്. സിനിമയിൽ എന്തും പറയാം. അത് അവരുടെ കഥാതന്തുവിൽ. പക്ഷേ നടന്ന സംഭവങ്ങൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കാശ്മീർ എന്ന് പറയുന്ന ആ ചരിത്രം, ഇവർക്കിപ്പോൾ ഗോത്രയുടെ ചരിത്രമല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ കാശ്മീർ പറഞ്ഞ ആ ഒരു സംഭവം, പണ്ഡിറ്റുകളുടെ പലായനം, അവരെ തുരത്തിയതും അവരെ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളും അന്നത് സത്യമല്ല, അതൊരു അജണ്ടയാണ് എന്ന് പറയുന്നവർക്ക് നാക്കിന് ഉളുപ്പും അതേപോലെ തന്നെ ലേശെങ്കിലും മനസാക്ഷി ഉണ്ട്. മനുഷ്യനായി കാണുന്നവരല്ലേ മനുഷ്യത്വമുള്ളവരാണെന്ന് പറയണത്. മതമല്ല മനുഷ്യനാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനത്തെ സൈസ് സാധനങ്ങൾ ഇറക്കണത്. മറ്റൊരു കച്ചവടമാണ്, സിനിമാക്കാർ കച്ചവടമാണ്. ഇതിൻ്റെ തിരക്കഥാകൃത്തും അതേപോലെ സംവിധായകനൊക്കെ ഒരു കച്ചവടമാണ്. അവരതൊരു ട്രെൻഡാക്കി കൊണ്ടുവരികയായിരുന്നു. അവരിപ്പോൾ ജനഗണമന ആയിക്കോട്ടെ, ടിയാനൊക്കെ പാളിപ്പോയതാണ്. അതിലൊക്കെ ഇത് തന്നെ ശ്രമിച്ചിരിക്കുന്നത്. അവർക്കറിയാം കേരളത്തിൽ ഇത് വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ, കഥയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഉത്തരേന്ത്യക്കാരെയും സംഘപരിവാർ രാഷ്ട്രീയം എടുത്തിട്ട് അലക്കുക. അപ്പോൾ ഇങ്ങനെ സൂയിക്കണ കുറേ ആളുകളുണ്ട്. അവർക്ക് ഇതിൽ സൂയിക്കാൻ പറ്റും, കാരണം ഇലക്ഷനിൽ എവിടെയും ജയിക്കാൻ പറ്റുന്നില്ല. പിന്നെ മാധ്യമങ്ങൾക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ നടന്ന ഇലക്ഷനുകളിലൊക്കെ ഹരിയാന ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ ഒക്കെ തിരിച്ചടിയാണ്. ആകെ വട്ടും മുളിയും മൂഞ്ചിരിക്കണ സമയത്താണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ അവരതിങ്ങനെ ഏറ്റെടുക്കും. അതേപോലെ തന്നെയാണ് തിരിച്ച് അതേപോലെ കാശ്മീർ ഫയൽസും അതേപോലെ തന്നെ കേരള സ്റ്റോറിയൊക്കെ വന്നപ്പോഴും അതിലുള്ള നമ്പറുകൾ, അതിൻ്റെ വസ്തുതകൾ, അതിൻ്റെ പശ്ചാത്തലം, ഇത് അജണ്ടയാണ്, നട്ടാക്കൽ, അതിപ്പോഴും പറയുന്നുണ്ട് കേട്ടോ. ചില ഇവരെ പാദസേവകരായിട്ടുള്ള ചില വാഴപ്പിണ്ടി നേതാക്കളുണ്ട്. അവരൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കുമ്പോൾ പറയുന്നുണ്ട് നട്ടാക്കൾ നിർത്താത്തെന്നാണ്. അങ്ങനത്തെ ആളുകളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പറയുമ്പോൾ സത്യം മനസാക്ഷിക്ക് തയ്യാറായിട്ട് പറയണം. നടന്ന കാര്യം നടന്നതായിട്ട് പറയണം. കലാപം ഉണ്ടായി, അതിനുണ്ടായ കാരണം എന്ന് പറയുന്നത് അവിടെ നടന്ന ആ ട്രെയിൻ കത്തിക്കുന്ന സംഭവം തന്നെയായിരുന്നു. ട്രെയിൻ തനിയെ കത്തിയതൊന്നുമല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കാണ്ടിരിക്കുകയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾ ആ കലാപത്തിലോട്ട് കൊണ്ടുവരിക. പക്ഷേ കലാപത്തിന് കാരണമായ ഒരു കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കുമ്പോൾ അതിനെതിരെ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾ ഏറ്റെടുക്കുക. അത് പറ്റുന്നവർ കാണുക, പറ്റാത്തവർ പോയി കാണണ്ട. പക്ഷേ ഇതൊരു അജണ്ട പടമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെ തന്നെയാണ് അജണ്ട പടങ്ങൾ എന്ന് മനസ്സിലാക്കുക. തിരിച്ചും അജണ്ടകൾ വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുക. കാരണം അത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ നടന്നിട്ടുള്ളതാണ്. കാശ്മീരിൽ നടന്നിട്ടുള്ളത് ഏറ്റവും വളരെയധികം ക്രൂരമായ 1990, ഇത് 2002, 1990 അവരെ റീഹാബിലിറ്റ് ചെയ്യാൻ ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയിരിക്കുന്നത്, പണ്ഡിറ്റുകളെ തിരിച്ചു കൊണ്ടുവരാൻ മോദി സർക്കാരൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വേറെയാണ്. അതൊന്നും ഇവിടുത്തെ ആർക്കും ഒരു വിലയില്ലാത്ത കാര്യമായിരുന്നു. അപ്പോൾ ആ മനുഷ്യജീവനങ്ങളും ജീവനങ്ങളാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ശീലമായി. അതായത് ആ ഒരു സമൂഹത്തിനെ പ്രീണിപ്പിച്ച് അവരവരുടെ മതത്തിൻ്റെ വിശ്വാസവും അവരുടേതായിട്ടുള്ള ചില കോർ വാല്യൂസ് ഉണ്ട്. ആ ഒരു സമൂഹം അത് ആര് പ്രീണിപ്പിക്കുന്നു, ആരതിന് വഴങ്ങി നിൽക്കുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടി അതിന് കുനിഞ്ഞു നിൽക്കുന്നു, അവർ തന്നെയാണ് അവർക്ക് മതേതരന്മാരും ജനാധിപത്യ വിശ്വാസികളും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കൂട്ടാളികളും. അത് അവർക്ക് ആ ഒരു സംഭവം കൊടുക്കാൻ പറ്റുന്നു, അവരോടൊപ്പം തന്നെയാണ് അവരുണ്ടാവുക. അതിനെതിരെ നിൽക്കുന്ന ഏതൊരു ശക്തിയെയും എതിർക്കുന്ന ഏതൊരു ശക്തിക്കും അവർ കൈയടിക്കും. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യം, അവർക്ക് സന്തോഷിക്കാൻ ഇപ്പോൾ അതൊക്കെ തന്നെ വകയുള്ളൂ ഈ രാജ്യത്ത്. ഇനിയൊരു 10 കൊല്ലം കഴിഞ്ഞ് ഇതിൻ്റെ 3ാം ഭാഗം ഇറങ്ങിയാലും ഇതൊക്കെ തന്നെയായിരിക്കും സാഹചര്യം. അവർക്ക് ഈ സിനിമയൊക്കെ കണ്ട് സന്തോഷിക്കാം. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും പറയാൻ കിട്ടിയില്ല. ഹരിയാന കഴിഞ്ഞപ്പോഴും മാധ്യമങ്ങൾക്കൊന്നും പറയാൻ കിട്ടിയില്ല. രാജ്യത്തിൻ്റെ അന്തരീക്ഷം മാറുന്നത് ആ ഒരു കേരളത്തിൻ്റെ വക്കിലിരുന്ന്, അതും ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് റവന്യൂ വന്നിട്ട് മാത്രം ജീവിക്കുന്ന ആളുകളുടെ ഇടയിലൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ്. കാരണം അവർ താമസിക്കുന്നത് ഇന്ത്യയിൽ പല സ്ഥലത്തും അതേപോലെ തന്നെ പുറത്തുമാണ്. അവിടെ നിന്ന് വരുന്ന പൈസ കൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക് അവിടെ ഇരുന്ന് കൈയടിക്കാൻ ആകെ പറ്റുന്നത് ഇങ്ങനത്തെ ചില സുഖങ്ങൾ കിട്ടുമ്പോൾ മാത്രമാണ്. അതായത് അവരുടെ മതത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഇതിന് കൈയടിക്കുന്നവരുണ്ടല്ലോ. ഇപ്പോൾ ഈ ഗോത്ര കലാപത്തിൻ്റെ സത്യാവസ്ഥ പറയാതെ കൈയടിച്ച് കാശ്മീരും അതേപോലെ തന്നെ കാശ്മീർ ഫയൽസിനെയും അതേപോലെ തന്നെ കേരള സ്റ്റോറിയും അജണ്ടയായിട്ട് പറയുന്നവർ, അവർക്കാണ് യഥാർത്ഥ വർഗീയത. അവരിലാണ് യഥാർത്ഥ വർഗീയം നിറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രണ്ട് സത്യങ്ങളെയും അംഗീകരിക്കാൻ പഠിക്കുന്നിടത്താണ് നിങ്ങൾ യഥാർത്ഥ മനുഷ്യനാവുന്നത്. ഇതിൻ്റെ തിരക്കഥാകൃത്തിനും സംവിധായകനും അത് അംഗീകരിക്കാൻ പറ്റാത്തത് അവരുടെ ഉപജീവനമാണ്. അവർക്കറിയാം കേരളത്തിൽ കഥയില്ലാതെ പടം ഹിറ്റാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സൂചിപ്പിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു വിസ്മയ പക്ഷത്തെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെ സൂചിപ്പിച്ചുകൊണ്ടും
സംഘപരിവാർ രാഷ്ട്രീയം, അതായത് ഭൂരിപക്ഷ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് പണമെടുത്താൽ മാത്രമേ നടക്കുള്ളൂ. അതവർ ടിയാനിൽ ശ്രമിച്ചതാണ്, അത് പാളിയതാണ്. ജനഗണനയിൽ അവരത് ഒന്നുകൂടി ഒന്ന് ശരിയാക്കി തന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഒന്ന് മൂർച്ഛിച്ചു കാര്യങ്ങൾ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നത്. അദ്ദേഹം സേവ് ലക്ഷദ്വീപ് ഇട്ടതിന് ശേഷം സേവ് പലസ്തീൻ ഇടാത്തപ്പോഴേ നമുക്കൊരു സംശയം തോന്നിയതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കളം മാറ്റി. അദ്ദേഹത്തിന് പുറമെ കാണിക്കേണ്ട, അദ്ദേഹം പടത്തിൻ്റെ ഉള്ളിൽ കൂടെ കാണിക്കും. അദ്ദേഹത്തിൻ്റെ തിരക്കഥകത്തും വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എന്തായാലും പടമായിട്ട് പോയി കാണേണ്ടവർ കാണുക, കാണാത്തവർ കാണണ്ട. ഈ അജണ്ടയോട്ടൊന്നും ഈ ഒരു പടം കൊണ്ടൊന്നും ഒരു കാര്യം മാറാൻ പോകുന്നില്ല. ഇപ്പോൾ ജനഗണന ഇറങ്ങിയിട്ടല്ലേ ഇപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞത്. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഹരിയാന കഴിഞ്ഞു, ഡൽഹി കഴിഞ്ഞു, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിങ്ങൾ ഈ മറ്റേ പോട്ടക്കേട്ടിലെ തവളകളെ പോലെ കൈയടിക്കാനുള്ളൊരു ആഘോഷമാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ സിനിമയൊക്കെ കണ്ട് സന്തോഷിക്കുക. അതാണ് ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു വിശിഷ്ട മാസത്തെ ആഘോഷമാക്കാൻ വന്നൊരു പടമാണ്. അതിൽ ആഘോഷമായിട്ടാണെങ്കിൽ ആഘോഷമായിട്ട്, പക്ഷേ വളച്ചൊടിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വളച്ചൊടിക്കണം. അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് 2002 ഒരു പ്രശ്നമാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ 1990 നടന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ്. ആ ക്രൂരതയെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പക്ഷവും ഒരു മതപക്ഷവും ഒരു മനുഷ്യപക്ഷവും ഉണ്ട്. ആ പക്ഷത്തെ ഒരിക്കലും സൂചിപ്പിക്കാനായിട്ട് നിങ്ങൾ അജണ്ടയാണെന്ന് പറഞ്ഞു വരരുത്. ഇത് അജണ്ട അല്ല എന്നുണ്ടെങ്കിൽ അതും അജണ്ടയല്ല. ഇത് വളരെയധികം തൻ്റെ ഇടമുള്ള രാഷ്ട്രീയമാണെങ്കിൽ, അതായത് സിനിമയിൽ പറയാൻ പറ്റുന്ന രാഷ്ട്രീയമാണെങ്കിൽ, ആ പറഞ്ഞതും കേരള സ്റ്റോറിയും തൻ്റെ ഇടപരമായിട്ടുള്ള രാഷ്ട്രീയമാണെന്ന് അംഗീകരിക്കാനുള്ള ജനാധിപത്യപരമായിട്ടുള്ള ബോധം എല്ലാവർക്കും വേണം. അതുകൊണ്ട് ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഇതിൻ്റെ 3ാം ഭാഗം ഇറക്കണം. 6 കൊല്ലം കഴിഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞ് ഇതിൻ്റെ 3ാം ഭാഗം ഇറക്കുമ്പോഴും നിങ്ങൾക്ക് ഇനി കത്തിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി. കാരണം ഇപ്പോൾ ഇല്ലല്ലോ, ഇപ്പോൾ കലാപങ്ങളില്ലല്ലോ. കലാപവും മതവും തീവ്രതയും ആർക്കാണ് വേണ്ടത്? അതിന് വേണ്ടി കാശും അതേപോലെ മതം പ്രചരിപ്പിക്കാനും മതം മാറ്റാനൊക്കെ ആരാണ് കാശ് ചിലവാക്കുന്നത്? അതെല്ലാവർക്കും അറിയാലോ. അവർക്ക് മാത്രമേ അതൊക്കെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ബാക്കിയുള്ളവർ രാജ്യത്തിൻ്റെ പുരോഗതി, രാജ്യത്തിൽ എങ്ങനെ നമ്മൾ തീർക്കണം, സിനിമയായിട്ട് കാണണം. വലിയ വലിയ സിനിമകൾ, ഇപ്പോൾ ചാവ പോലത്തെ സിനിമകൾ, സംഭാജി മഹാരാജിനെ കുറിച്ചുള്ള സിനിമകൾ, അങ്ങനത്തെ സിനിമകളാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇതൊരു വഴി കൂടെ നടക്കുമ്പോൾ അതൊരു വഴി കൂടെ നടക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.